രാത്രി നിസ്കരിക്കിൻ, തഹജ്ജുദ് നിസ്കരിക്കിൻ, തറാവീഹ് നമസ്കരിക്ക്. 8 റക്അത്താകുമ്പോൾ എവിടെ ഓടുന്നേ? എവിടെയൊക്കെ ഓടുക? നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല, പോട്ടെ. സ്വഹാബാക്കൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, സ്വഹാബാക്കളെ പിൻപറ്റണമല്ലോ. എന്തിനാ ഈ ന്യായമായ മസലകൾ കണ്ടെത്തുന്നത്? നമുക്ക് കിട്ടുന്ന ഒരു സമയമല്ലേ. ഒരു 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു പോകുന്നു? ഈ 8 റക്അത്താകുമ്പോൾ എല്ലായിടത്തു നിന്നുള്ള ഇറങ്ങി ഓട്ടോ. എങ്ങോട്ടേക്ക് ഓടുക? ഈ ഒരു 10 ഒരു അരമണിക്കൂറും കൂടെ അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എത്ര ലജ്ജയാ, നാണക്കേടാന്നോ? എന്താ ഹറാമാണോ ചെയ്യാൻ പോണത്? അല്ലെങ്കിൽ ഉമ്മത്ത് മൊത്തം ചെയ്യുന്ന മൊത്തം തെറ്റാ, ലലാലിയത്തിലേക്കാണോ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ. 1 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ഫർളിന്റെ കൂലി കിട്ടൂലേ? സഹാബത്ത് നിസ്കരിച്ച കൊണ്ട് വ്യക്തമായ തെളിവല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയുടെ പിന്നിൽ ഇമാമായിട്ട് നിന്ന് മഅമൂമായിട്ട് നിന്ന് 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തത് സഹാബാക്കൾ ചെയ്യുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാന്റെ റസൂലിനെ വിട്ടുള്ള കളി സഹാബാക്കൾക്കില്ല. ആ സഹാബാക്കൾ നബിതങ്ങളുടെ താങ്ങും തണലുമാണ്. നബിതങ്ങളുടെ ഓരോ അവസ്ഥകളെ മനസ്സിലാക്കിയവരാണ്. ആ പരിശുദ്ധ പ്രവാചകന്റെ അതേ ശൈലിയെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട സഹാബാക്കൾ നമസ്കരിച്ച് നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ മുർഷിദീങ്ങളായ ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ അനുസരിച്ചോളിൻ, നിങ്ങൾ പിഴച്ചു പോകൂല എന്ന് നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂലും ആ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയ സഹാബാക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബാക്കളും ഏതൊരു വഴിയിലാണോ അത് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. എൻ്റെ സ്വഹാബാക്കൾ 20 നമസ്കരിച്ചെങ്കിൽ നമുക്ക് നിസ്കരിച്ചാൽ എന്താ? എവിടെ കൂടുന്നത്? ആകെ ഒരു 20 റക്അത്തിന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പൊരുത്തം ചോദിക്കാൻ പറ്റിയ സമയമല്ലേ. മലക്കുകൾ വന്നിരുന്ന് നമുക്ക് ആമീൻ പറയല്ലേ. നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടാൻ മലക്കുകൾ നമുക്ക് കൊണ്ട് ശഫാഅത്ത് ചെയ്യല്ലേ. അപ്പൊ ആരെ ഒളിച്ചോടി പോകുന്നെന്ന് അള്ളാഹ് നോക്കല്ലേ. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകണം. അള്ളാഹ്ക്ക് നമ്മൾ ഇതിനൊക്കെ മുടന്ത ന്യായങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ ന്യായങ്ങൾ നോക്കാറുണ്ടോ? ശരീഅത്ത് നോക്കാറുണ്ടോ? നിങ്ങൾ വാഹനം എടുക്കുന്ന വിഷയത്തിൽ ശരീഅത്ത് നോക്കാറുണ്ടോ? വീട് വെക്കുന്ന വിഷയത്തിൽ ശരീഅത്ത് നോക്കാറുണ്ടോ? കച്ചവടത്തിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ ശരീഅത്ത് നോക്കാറുണ്ടോ? സംസ്കാരത്തിൽ മാത്രം ഭയങ്കരമായ ശരീഅത്ത്. നബിതങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നു, ബാക്കിയുള്ളത് നബിതങ്ങൾ ചെയ്യാത്തതെല്ലാം അതൊക്കെ ഹലാലും ജായിസുമാകും. എന്ത് സഹോദര, നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്, കളയരുത്. മക്കയിൽ എത്രയുള്ളൂ ഓടിത്ര, അതൊക്കെ വേറെ പല പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കണ്ട. നമ്മുടെ സ്വഹാബാക്കൾ നമ്മൾ നമസ്കരിച്ച് നോക്കണം. നമ്മൾ നമസ്കരിക്കും. 30 ദിവസം തീർന്നു. 4 ദിവസം എത്ര പെട്ടെന്ന് പോയി. ഇനി എത്ര ദിവസമുണ്ട്? ഈ ജനങ്ങൾ ഈ പിരാവി പെട്ടെന്ന് പോവുകയാണ്. ഈ സംഭവം പെട്ടെന്ന് തീർന്നു പോയി. ഇനിയിപ്പോ ഈ ജുമാ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് 4ാമത്തെ ജുമാ പെടാന്നാവുകയാണ്. കുറച്ച് കിട്ടിയ ചാൻസ് ആണ്, അതുകൊണ്ട് കളയരുത്. 20 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക. ആ സമയത്ത് കുറേ എണ്ണ എഴുന്നേറ്റ് ചാടി എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി കുറ്റിയും പീടിയും വലിച്ച് അവിടെ പോയിരുന്ന് പൊയിലയും തിന്ന് തമ്പാക്കും അടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. വെറുതെ ആവശ്യമില്ലാതെ വെറുതെ കറങ്ങി നടക്കൽ തന്നെ, സമയം പാഴാക്കല്ലേ. കിട്ടിയ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫറാണ്. ഈ മാസത്തില് ഉത്സവമാണ്, നിങ്ങളുടെ ഉത്സവമാണ്. 30 ദിവസത്തെ ഉത്സവമാണ്. ഇത് നിങ്ങൾ പാഴാക്കരുത്. അള്ളാഹു തആല ഓരോന്നിനും ഇരട്ടി പ്രതിഫലമാണ് തരുന്നത്. 20 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് 20 റക്അത്ത് ഫർദ് നിസ്കരിച്ചതിന്റെ കൂലി അള്ളാഹു നമുക്ക് എഴുതുകയാണ്. ചെറിയ കാര്യമല്ല അത് നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുആദ്, രാത്രി നീ നമസ്കരിക്ക്. എല്ലാം പറഞ്ഞിട്ട് അവസാന നബി തങ്ങൾ പറഞ്ഞു, മുആദ്, അലാ അദുല്ലുക, ഞാനൊരു കാര്യം പറഞ്ഞു. മിലാക്കി ഹാദാ, ഇതിൻ്റെ മുഴുവൻ ആകെ മൊത്തത്തിൻ്റെ ഒരു തുക ഞാൻ പറയട്ടെ. ഇതിൻ്റെ മുഴുവൻ ആകെ മൊത്തം, ഇന്ന് ഇത്രയും നമ്മൾ തുടക്കം മുതൽ ഇസ്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഇതിൻ്റെ മെയിൻ ഭാഗം ഞാൻ പറയട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ അഖദ ബിലിസാനിഹി, തൻ്റെ നാവ് നീട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദ് കുഫ അൻക ഹാദാ, ഇത് നീ സൂക്ഷിക്കണം കേട്ടോ, ഇത് നീ സൂക്ഷിക്കണം. ഉടനെ മുആദ് റളിയല്ലാഹു തആല ചോദിച്ചു, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി യാ റസൂലല്ലാഹ്, നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ നാളെ അള്ളാഹിന്റെ അടുക്കൽ ചോദ്യമുണ്ടോ? നമ്മൾ ആ വിഷയത്തിൽ നമ്മളെ പിടിക്കുവോ നബിയെ? എന്താ മുആദ് നീ പറയുന്നത്? എന്താ മുആദ് നീ അങ്ങനെ ചോദിച്ചത്? ഓർത്തുകൊള്ളുക,
ഹൽ യകുബ്ബു الناس على مناخرهم في نار جهنم إلا حصائد ألسنتهم. ഓർത്തോ, ഓരോരുത്തരെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത പാപമാണ് മുആദ്. അതുകൊണ്ട് മുആദ് എത്ര നോമ്പെടുത്താലും എത്ര നമസ്കരിച്ചാലും ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ആരുടെയും ഈമാൻ ശരിയാവുകയില്ല അവന്റെ ഖൽബ് ശരിയാവാത്തിടത്തോളം കാലം, അവന്റെ ഖൽബ് ശരിയാവുകയില്ല അവന്റെ നാവ് ശരിയാവാത്തിടത്തോളം കാലം. അവന്റെ നാവ് വളഞ്ഞു പോയാൽ, അവന്റെ നാവ് ഗീബത്ത് സംസാരിച്ചാൽ, അവന്റെ നാവ് പരിഹസിച്ചാൽ, അവന്റെ നാവ് കളവ് പറഞ്ഞാൽ, അവന്റെ നാവ് നമീമത്ത് ഏഷണി പറഞ്ഞാൽ, അവന്റെ നാവ് ആരെയെങ്കിലും ആക്ഷേപിച്ചാൽ, അധിക്ഷേപിച്ചാൽ, തെറി വിളിച്ചാൽ, അവന്റെ നോമ്പ് ഫസാദ്, അവന്റെ നോമ്പ് ഫസാദ്. അവൻ വെറുതെ പട്ടിണിക്കിരുന്നിട്ട് കാര്യമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 3 അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവാണ്. കാരണം നാവാണ് ഈ റമദാനിനെ മുഴുവനും ഇടങ്ങേറാക്കുന്നത്. ദയവ് ചെയ്ത് ഈ 30 ദിവസം പ്ലീസ് കാല് പിടിച്ചു പറയുന്നു, ഒരുത്തൻ്റെ നന്മയും പറയണ്ട, ഒരുത്തൻ്റെ തിന്മയും പറയണ്ട. ആ സമയം നാവ് ദിക്റ് ചൊല്ല്. ഇനി ഇതിൻ്റെ ഹദീസുകൾ കുറയേണ്ട സമയമില്ലാത്ത ഞാൻ നിർത്താണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണേ റമദാൻ മാസത്തിൽ, എങ്കിൽ നമ്മുടെ റമദാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഖുതുബ ഓതുമ്പോൾ ഇമാം ഓതുന്ന ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നല്ല പറയുമ്പോൾ നോമ്പ് എന്തിനാണ്? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാനാണ് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയതെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഖൂലു ഖൗലൻ സദീദാ. നിങ്ങൾ സംസാരിച്ചാൽ നല്ല വർത്തമാനം പറയണേ. നല്ല വർത്തമാനം പറയണം. നല്ല വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നോമ്പ് പോവും. നല്ല വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഈ പറഞ്ഞ വാക്ക് അല്ലാഹുവും റസൂലിന്റെയും വാക്കുകളാണ്. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നത്, വഴിപ്പെടുന്നത്, അവർ വ്യക്തമായി വിജയം വരിച്ചവരത്രേ. അതിനാണ് ഈ റമദാനി അല്ലാഹ് ഇത്രയും ഓഫറുകൾ നൽകുന്നത്. അതുകൊണ്ടാണല്ലോ, വെറുതെ അല്ലാഹു ഒരു ഓഫർ നൽകൂല. നമ്മളിപ്പോൾ പട്ടിണി കിടക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹു അവൻ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവനൊരു മയക്കം പോലും ഉണ്ടാകുന്നില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന ആകാശ ലോകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതിന് നിയന്ത്രണാധികാരം അവന് മാത്രമാണ്. പക്ഷേ അവന് അതിൽ നിന്ന് ഒരല്പം പോലും ഒരു മയക്കമോ അശ്രദ്ധയോ സംഭവിക്കുന്നില്ല. അവൻ കഴിക്കുന്നേ ഇല്ല, കുടിക്കുന്നേ ഇല്ല, ഉറങ്ങുന്നേ ഇല്ല, വിശ്രമിക്കുന്നേ ഇല്ല. അവൻ തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് വേണ്ടി 2 കരങ്ങളും നീട്ടി, റഹ്മത്തിൻ്റെ മഗ്ഫിറത്തിൻ്റെ കരങ്ങൾ നീട്ടി നമ്മളെ അവൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ അസുലഭ സന്ദർഭം അത് വേണ്ടത് വണ്ണം നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ അവൻ പറയുന്ന ആ ഓഫറുകൾ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകനിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നമുക്കല്ലാതെ നേരിട്ട് അല്ലാഹു നമുക്ക് ഇറക്കി തരികയല്ല. ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു തആല ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തും, ഓരോ നാട്ടിലും, ഓരോ ഗ്രാമങ്ങളിലും, ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവസാനമായി വന്ന പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ 23 വർഷ കാലയളവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇബാദത്തെടുക്കണം, ആരാധിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച വഴികളിലൂടെയാണ് നമ്മുടെ ഈ യാത്രയെങ്കിൽ അൽഹംദുലില്ലാഹ് ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. ഇല്ല എങ്കിൽ പകുതിക്ക് വെച്ച് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടി വരും നിരാശയോടുകൂടി. അതുകൊണ്ടാണ് മുൻകാല സലഫുകൾ ഖലഫുകൾ
റമളാൻ മാസം കഴിഞ്ഞാലും 6 മാസം അവർ ദുആ ചെയ്യും, പടച്ചവനെ ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. സ്വഹാബാക്കൾ ദുആ ചെയ്യും, റമളാൻ കഴിഞ്ഞ് 6 മാസം വരെ ദുആ ചെയ്യും, അല്ലാ ഞങ്ങളിൽ നിന്ന് ഈ റമളാൻ നീ സ്വീകരിക്കണേ പടച്ചവനെ. അതേപോലെ 6 മാസം അവർ ദുആ ചെയ്യും റമളാനിന് മുമ്പ്, റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ പടച്ചവനെ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ പടച്ചവനെ. ഇതായിരുന്നു അവർക്ക് റമളാനോടുള്ള ആവേശം. അതായിരുന്നു. എന്താ സംഭവം? പാപം പൊറുക്കും, ദർജ കിട്ടും, സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി തരുന്ന ഒരു മാസമാണ് സുഹൃത്തുക്കളെ. നമ്മുടെയൊക്കെ ഇവിടുത്തെയൊക്കെ ഈ മാളുകളിൽ ഒരു ഓഫർ ഉണ്ടെങ്കിൽ രാത്രി 12 മണി മുതൽ ഒരു 4 മണി വരെയാണ് ഇന്ന ഓഫർ, 50,000 രൂപയുടെ സാധനം 10,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് പോയിരിക്കൂലേ? ഉറക്കമൊഴിച്ച് അവിടെ പോയി കാത്തിരിക്കൂലേ? 1000 രൂപയുടെ ബ്രോസ്റ്റ് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് കിട്ടുന്നു രാത്രി 12 മണിക്ക് വന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ പോയി ഇരുന്ന് എഴുതിക്കാതിരിക്കൂലേ? ഇനി റമളാൻ അല്ല, ഇനി ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാലും ഇന്ന് ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുണ്ടെന്ന് ഉലമാക്കൾ മൊത്തവും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടയാളങ്ങളുണ്ട്. അപ്പോഴാണ് ഒരു ഓഫർ അവിടെ അടുത്ത മാളിൽ കാണുന്നത് രാത്രി ഇതേ സമയത്ത്. എതിന് മുൻഗണന കൊടുക്കും ആളുകൾ? കൂടുതലും ആളുകൾ മുൻഗണന കൊടുക്കുന്നത് എന്താ എന്ന് ആലോചിച്ച് നോക്കി. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ അവർ ഓഫർ ഇടുകയാണെന്ന് വെച്ചോളി, 80% ഓഫർ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ 12 മണി മുതൽ ഹത്താ മത്ല അൽ ഫജ്ർ സുബഹി വരെ എന്നവരൊരു ബോർഡ് വെച്ചാൽ നമുക്ക് പൈസ ഒന്നാതെ ഇല്ല, ഓഫറിനൊരു ഡ്രസ്സ് കിട്ടിയ പെരുന്നാൾ ആഘോഷിക്കുക. എവിടെ പെരുന്നാൾ? ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നിനക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയോ? ലൈസൽ ഈദു മൻ ലബിസൽ ജദീദ്. പുതിയ വസ്ത്രം ധരിച്ചത് കൊണ്ടൊന്നും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല. അല്ലാഹ് അവിടെയും ഓഫർ നൽകും, ഇവിടെയും ഓഫർ നൽകും. ഏത് ഓഫറിനെയാണ് നീ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ അല്ലാഹ് ഇതൊക്കെ തരുന്നത്. ഏതാണ് നിനക്ക് വേണ്ടത്? നിന്റെ കണ്ണടഞ്ഞ് നിന്റെ മയ്യത്ത് പള്ളിക്കബറിനകത്ത് കൊണ്ട് വെക്കുന്നത് വരെയാണ് ഈ ഓഫറുകൾ. പക്ഷേ ഇന്ന് അല്ലാഹ് തരുന്ന ഈ ഓഫർ ആ ഖബർസ്ഥാൻ മുതൽ മഹ്ശർ വരെയുള്ള ജീവിതത്തിലേക്കാണ്. ഏതാണ് വേണ്ടത്? യുവർ ചോയ്സ്. നിനക്കെടുക്കാം, തിരഞ്ഞെടുക്കാം. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓഫറാണ്. 11 മാസം ആടുകളെ പോലെ ജീവിച്ചു. 11 മാസം കണ്ണ് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവയവങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1 മാസമെങ്കിലും റബ്ബിന്റെ മുന്നിൽ വന്ന് ആ ചെയ്തു പോയ അപരാധങ്ങൾക്ക് പരിഹാരമായി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയാൻ ഒരു 30 രാപ്പകലുകൾ അള്ളാഹു തന്നിട്ട് അതും അവൻ പാഴാക്കിയാൽ അവൻ നരകത്തിന്റെ അവകാശിയാകട്ടെ, സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ. നബിതങ്ങളുടെ ദുആയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, റമളാനിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളിന്ന് പട്ടിണി എടുക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നപാനീയങ്ങൾ വർജിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു, ഈ റമളാനെ നമ്മൾ ആദരിക്കണം, റമളാനെ ബഹുമാനിക്കണം, റമളാനിനെ നമ്മൾ സൽക്കരിക്കണം, റമളാനിനെ നമ്മൾ സൽക്കരിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാൻ മാസത്തെ മാത്രം പ്രത്യേകമായി എടുത്തിട്ട് അവൻ്റെ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കിത്തരാൻ വേണ്ടി അവൻ ഈ മാസത്തെ സെലക്ട് ചെയ്തത്. വേറെ എത്രയോ മാസങ്ങളുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെട്ട 4 മാസം ഉണ്ടല്ലോ, ആ 4 മാസം അള്ളാഹ് എടുത്തില്ലല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 മാസമുണ്ട്. അള്ളാഹിൻ്റെ മാസം റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. ഈ 4 മാസത്തിൽ അള്ളാഹ് ഖുർആൻ ഇറക്കാൻ വേണ്ടി ആ മാസത്തെ അള്ളാഹ് സെലക്ട് ചെയ്തില്ല. അള്ളാഹ് സെലക്ട് ചെയ്തത് ഈ റമളാനിൻ്റെ മാസത്തെയാണ്. മനസ്സിലാക്കണം. റമളാനു ഷഹ്റു ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്, എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്. നമ്മുടെ മാസമാണ് ഈ റമളാൻ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാസമാണ് ഈ റമളാൻ. നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയാനുള്ള മാസമാണ് ഈ റമളാൻ. അള്ളാഹുമായി രഹസ്യ പരസ്യ സംഭാഷണങ്ങൾ നടത്താനുള്ള മാസമാണ് ഈ റമളാൻ. ഖുർആൻ ഓതി തീർക്കാനുള്ള മാസമാണ് റമളാൻ. തഹജ്ജുദ് നമസ്കരിക്കാനുള്ള മാസമാണ് റമളാൻ. അതുകൊണ്ട് ഇത് നിങ്ങൾ പാഴാക്കരുത്. അതുകൊണ്ട് ഈ മാസത്തെയാണ് അള്ളാഹു നമുക്ക് ഖുർആൻ, അള്ളാഹിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ഇറക്കാൻ പോലും അള്ളാഹു തആല സെലക്ട് ചെയ്തത് ഈ പരിശുദ്ധമായ റമളാന്റെ മാസത്തിലാണ്. റജബിലും അല്ല, ദുൽഖഅദയിലും അല്ല, ദുൽഹജ്ജിലും അല്ല, മുഹറമിലുമല്ല. ഇതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ട 4 മാസമാണ്. ഈ മാസം ഒന്നും അള്ളാഹ് എടുത്തിട്ടില്ല.
അപ്പൊ ഇന്നാണ്, ഈ മാസത്തിലാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച് തന്നത് എങ്കിൽ ഈ റമളാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളതൊരു പരിചയാണ്, ഒരു പരിചയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുത്തപ്പോൾ നോമ്പുകാരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേവലം പട്ടിണി കിടക്കലല്ല, ഫൽ യസും ഇദാ സുംത, നീ നോമ്പെടുത്താൽ ഫൽ യസും സമഉക വബസറുക വലിസാനുക, ഈ 3 കാര്യം കൂടി ഈ നോമ്പിനോടൊപ്പം ആഡ് ചെയ്യണം. ഈ 3 കാര്യം കൂടി നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണിത്. ഹദീസ്, സഹീഹായ ഹദീസാണ്. നീ നോമ്പെടുക്കുന്നുണ്ടോ? നീ നോമ്പുകാരനാണോ എങ്കിൽ ഒരു 3 കാര്യം കൂടി നീ അതിനോടൊപ്പം ചേർത്തെങ്കിലേ നിന്റെ നോമ്പ് പൂർണ്ണമുള്ളൂ. ഫൽ യസും, നീ നോമ്പാകട്ടെ. ഫൽ യസും സമഉക, നിന്റെ ചെവി നോമ്പാകണം. വബസറുക്, നിന്റെ കണ്ണ് നോമ്പാകണം. വലിസാനുക്, നിന്റെ നാവ് നോമ്പാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് 3 പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, വദഅ അദൽ ജാഅദൽ ഖാദിം, വദഅ അദൽ ഖാദിം, നിന്റെ കീഴിൽ പണിയെടുക്കുന്ന നിന്റെ ജോലിക്കാരുണ്ടല്ലോ, സെർവന്റ്, വീട്ടിലാകട്ടെ കടയിലാകട്ടെ, ആ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പീഡിപ്പിക്കാനോ നോവിക്കാനോ അടിക്കാനോ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തെറി വിളിക്കാനോ പോകരുത്. പ്രത്യേകിച്ച് ഈ മാസം പറഞ്ഞ വാക്കാണ്, എല്ലാ മാസവും അങ്ങനെ തന്നെ, എന്നാൽ ഈ മാസം ഒന്നുകൂടെ. വദഅ അദൽ ഖാദിം, നമ്മുടെ കീഴിൽ ജോലി എടുക്കുന്ന ആളെ ഒന്നും മിണ്ടരുതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞാണ്. റമളാൻ്റെ സ്പെഷ്യൽ ഇതാണ്. ഈ റമളാൻ സ്വീകരിക്കുക. ഇത് പട്ടിണി കിടന്നിട്ട് വെറുതെ കാര്യമില്ല അബീബെ. പട്ടിണി ആർക്കും കിടക്കാം, സത്യാഗ്രഹം കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ നിയമസഭയുടെ മുന്നിൽ. എത്ര എണ്ണം പട്ടിണി കിടക്കും? പട്ടിണി കിടക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടിണിയല്ല നമ്മുടെ നോമ്പ്, ഇസ്ലാമിൻ്റെ നോമ്പെന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്, ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്, അതൊക്കെ വേറെ വേറെ നോമ്പാണ്. അങ്ങനെയുള്ള നോമ്പല്ല നമ്മുടെ നോമ്പ്. ഒരുപക്ഷെ അവർക്ക് ഇറച്ചി കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ മീൻ കൂട്ടാൻ പാടില്ല, അവർക്ക് വെജ് തന്നെ ആയിരിക്കാം, നോൺ വെജ് പാടില്ല. ഇങ്ങനെയുള്ള നോമ്പുണ്ട്. ആ നോമ്പല്ല നമ്മുടെ നോമ്പ്. നമ്മൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ, നമ്മുടെ ശരീരം നോമ്പാകണം. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ കീഴിൽ നമ്മുടെ ആശ്രിതർ, നമ്മളുടെ കീഴിലുള്ളവർ, അവർക്കും നോമ്പ് വേണമെങ്കിൽ നമ്മൾ അവരോട് നന്മ കാണിക്കണം. ഒരടിമയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനാണ്, ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇമായിക്കും ഫഇന്ന ലഹ ആജാലൻ കആജാലിക്കും. നിന്റെ സെർവൻറ്റിൽ നിന്ന്, നിന്റെ ഖാദിമിൽ നിന്ന്, ജോലിക്കാരിൽ നിന്ന്, ഭൃത്യനിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്നവരിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു സാധനം അവരുടെ കൈ കൊണ്ട് അബദ്ധവശാൽ വീണ് പൊട്ടിപ്പോയി, താഴെ വീണ് പൊട്ടിപ്പോയി, ഒരു വിലപിടിപ്പുള്ളൊരു സാധനമാണ്. അതിൻ്റെ പേരിൽ നീ ആ ഭൃത്യനെ അല്ലെങ്കിൽ ജോലിക്കാരനെ അടിക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ഒരു താക്കീതാണിത്. നിന്റെ കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാരൻ്റെ കയ്യബദ്ധത്താൽ ഒരു വിലപിടിപ്പുള്ളൊരു സാധനത്തിന് കേടുപാട് സംഭവിച്ചു പോയെങ്കിൽ ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇനായിക്കും, ആ സാധനം പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആ മുതലാളി തൊഴിലാളി അടിക്കരുത്. ഫഇന്ന ലഹ ആജാലൻ കആജാലിക്കും, നിങ്ങളെപ്പോലെ ആയസ് ആ സാധനത്തിന് തീർന്നു. മനുഷ്യൻ്റെ ആയസ് തീർന്ന് അറ്റാക്ക് വരുന്നത് പോലെ ആ സാധനത്തിന് അറ്റാക്ക് ഒന്നും അല്ലേ, അപകടം സംഭവിച്ചു, ആക്സിഡൻ്റായി, അത് മരിച്ചുപോയി. അതിൻ്റെ പേരിൽ നിങ്ങൾ അവനെ അടിക്കാൻ പാടില്ല. സഹാബാക്കൾ ചോദിച്ചു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട്, കം നഅഫു അനിൽ ഖാദിം, ഞങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പൊരുത്തപ്പെടണം, എത്ര പ്രാവശ്യം മാപ്പ് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 മറ, 70 പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് ചെയ്ത് കൊടുക്കണം. 70 പ്രാവശ്യം. 7 പ്രാവശ്യം മാപ്പ് ചെയ്യില്ല, പിന്നെ 70 പ്രാവശ്യം. 7 പ്രാവശ്യം. 2 പ്രാവശ്യം പറയുമ്പോൾ കട്ടത്തെറിയാണ് വിളിക്കുന്നത്. വായിന്ന് വരുന്ന വാക്ക് നോമ്പും പിടിച്ചോണ്ടായിരിക്കും. ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഏത് ജോലിക്കാരനാകട്ടെ, അതാണ് നിന്റെ നോമ്പിനെ പരീക്ഷിക്കുന്ന അല്ലാഹു തആല. അവൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് പിറുപിറുക്കും,
ഞാനൊക്കെ എന്തായാലും നോമ്പ് വെച്ചാൽ കിടക്കുന്നത് അറിയലില്ല, എൻ്റെ വായി നേരുന്ന സാധനം കണ്ടില്ലേ, എന്നൊക്കെ നോമ്പ് പിടിക്കുന്നു. അപ്പുറത്തോട്ട് മാറിയിരുന്നോണ്ട് രഹസ്യമായിട്ട് മനസ്സുകൊണ്ട് പറയും, പോയില്ലേ ഹബീബേ, ശരി തന്നെ സഹോദര നീ പറഞ്ഞത്, എന്തിനാണ് നീ നോമ്പെടുത്തത്? ഇദാ സബ്ബ അഹദുകും ഫൽയഖുൽ ഇന്നി സായിം. ആരെങ്കിലും നിന്നെ തെറി വിളിച്ചാൽ നീ പറയണം, പ്ലീസ് ഞാൻ നോമ്പുകാരനാണ്. ഞാൻ ഇല്ല, ഹലാസ്. അപ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ 10 തിരിച്ചു വിളിക്കലല്ല നോമ്പുകാരൻ്റെ സ്വഭാവം. അവൻ നമ്മളെ തെറി വിളിച്ചു, ആക്ഷേപിച്ചു, നമ്മൾ മിണ്ടരുത്. പള്ളിക്ക് പോയപ്പോൾ നിസ്കരിക്കാൻ പുതിയ ആൾക്കാർ വരും, അത് അളിയല്ല അവനെ കണ്ട അളിയാ, 11 ദിവസം കുപ്പി 1 മാസം തൊപ്പി, അത് നോക്ക് പോയി, ഇവൻ്റെ പോയി. ഈ 11 മാസം പള്ളിക്കകത്തിരുന്ന് തൊപ്പിയിട്ടവൻ്റെ കാര്യം ഒരു കുപ്പിയുടെ പേരിൽ എല്ലാം പൊട്ടി പഞ്ചറായി. വല്ല ആവശ്യമുണ്ടോ? നിന്റെ നാവ് നീ സൂക്ഷിക്കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? നിന്റെ നോമ്പ് പോയി. ആ പാവം സാധുവിന് അള്ളാഹ് പൊരുത്തം കൊടുത്ത് കാണും. നീ 24 മണിക്കൂറും പള്ളിയിലുണ്ടാവും. അവ ഇപ്പോൾ ഇന്നലെ കയറി വന്നു, ചിലപ്പോൾ ഒരു റമളാൻ കൊണ്ടൊരു മനം മാറ്റം ഉണ്ടായേക്കാം. എത്രയോ പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ അവനെ നീ ആക്ഷേപിച്ചു, അതിൻ്റെ പേരിൽ നിനക്കെന്താ സംഭവിച്ചത്? നിന്റെ നോമ്പ് ഫസാദായി. എന്താ ഫായിദയുള്ള? അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫൽയകുൻ സംഉക് വബസറുക് വലിസാനുക്. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നോമ്പിനോടൊപ്പം ആഡ് ചെയ്യേണ്ട 3 കാര്യം: 1 കണ്ണ്, 2 കാത്, 3 നാവ്. ഇത് 3ഉം കൂടി ഈ നോമ്പിനോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞാൽ അതും നോമ്പാകട്ടെ എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഫഅലൈക്കും ബിസ്സകീനതി വവഖാരിൻ. ഈ റമളാന്റെ മാസത്തിൽ ഈ നോമ്പും പിടിച്ച് നിങ്ങൾ ബഹുമാന ആദരവോടുകൂടി വേണം നടക്കാൻ. നമുക്കൊരു ബഹുമാനം വേണം, നമുക്ക് സ്വമേധയാ ഒരു ബഹുമാനം ഉണ്ടാകണം, ഒരാദരവുണ്ടാകണം. നമ്മളെ കണ്ടാൽ നോമ്പുകാരനാണ് അവനെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ വഖാർ, ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നടക്കണം. പരിശുദ്ധമായ റമളാനാണ്, നോമ്പാണെന്നുള്ള ആ മഹത്വം മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഅൻ. നീ നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും ഒരുപോലെ ആകരുത് കേട്ടോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ച ഉപദേശമാണ്. നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും കാണിക്കുന്നത് ഒന്നുപോലെ ആകരുത്. നോമ്പില്ലാത്ത സമയത്ത് ഒരുപക്ഷെ നിന്റെ നാവിൽ നിന്നെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഹറാമുകൾ കണ്ടേക്കാം, അല്ലെങ്കിൽ കാതുകൊണ്ട് നീ എന്തെങ്കിലും കേട്ടേക്കാം. എന്നാൽ നോമ്പുകാരനായ ഈ 30 രാപ്പകലുകൾ ഈ കണ്ണുകളും ഈ കാതുകളും ഈ നാവുകളും നീ സൂക്ഷിക്കണം. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഅ. ഈ 2 സന്ദർഭങ്ങളും സമയങ്ങളും ഒരേപോലെ നീ അതിനെ ചേർത്ത് കളയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഒന്നാമത് പറഞ്ഞത് എന്താ? നിന്റെ നാവ് അല്ല, നിന്റെ കാത് നീ സൂക്ഷിക്കുക. സമഅ, ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ കണ്ണ് കാതിനെ കുറിച്ചൊക്കെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവുന്നു. അള്ളാഹു നമ്മുടെ ഐബുകളൊക്കെ അള്ളാഹു ഒളിപ്പിച്ച് വെച്ച് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിക്കുമാറാകട്ടെ. കാരണം അതെല്ലാം നമ്മൾ വെളിവായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കാത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്നൽ മുഖ്താബ വൽ മുസ്തമിഅ സവാഉൻ. ഒരാൾ ഗീബത്ത് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വന്നു, നീ പറയുന്നില്ല, നീ മിണ്ടാതിരുന്ന് സുബ്ഹാനല്ലാഹ് 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 അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ അടുത്തായിരിക്കുന്നത്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, നീയും അത് പറഞ്ഞവനെ പോലെയാണെന്നാണ്. പോ പോ, ഈ റമദാൻ മാസം ഇതും കൂടെ ഇങ്ങോട്ട് വരണ്ട, ഒന്നും നീ ഇവിടെ പറയണ്ട, ഓടിച്ചുവിടണം, വരട്ടണം, കടക്ക് പുറത്തുനിന്ന് വരണം. അത് തന്നെ ഏറ്റവും വലിയ വാക്ക്. ഈ പണി കൊണ്ട് ഇങ്ങോട്ട് വരണം, പോ യാ അല്ലാഹ്.